പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ദില്ലി സെ ഉമ്മീദ് ദില്ലിയിൽ നിന്നുള്ള പ്രതീക്ഷ എന്ന യാത്രാവിവരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. എഴുത്തുകാരൻ ദില്ലിയിൽ ഒരു ഓട്ടോറിക്ഷയിൽ നടത്തുന്ന യാത്രയും ഓട്ടോ ഡ്രൈവറുമായുള്ള സംഭാഷണവുമാണ് ഈ ഭാഗത്തെ പ്രധാന ഇതിവൃത്തം. തുടക്കം. ആദ്യ നിരീക്ഷണങ്ങളും സംഭാഷണവും. പേജ് 51-52. തണുപ്പുള്ള ഒരു സായാഹ്നത്തിൽ സാഹിത്യ അക്കാദമിയിലേക്ക് പോകുന്നതിനായി കഥാനായകൻ ഓട്ടോയിൽ കയർന്നു. ഓട്ടോയുടെ പിറകിലൊരു ഭാണ്ഡക്കെട്ടും ഒരു ഭീമൻ കെട്ടിലുമുണ്ട്. ആദ്യം ഡ്രൈവറിൽ ശ്രദ്ധിക്കാത്ത കഥാനായകൻ പിന്നീട് അയാളുടെ രൂപം ശ്രദ്ധിക്കുന്നു. കീറിയതും വൃത്തിയില്ലാത്തതുമായ വസ്ത്രങ്ങൾ ധരിച്ച് ക്ഷീണിതനും ചുമയുള്ളവനുമായ ഒരു വൃദ്ധനാണ് ഡ്രൈവർ. ചുമ കഠിനമായപ്പോൾ എഴുത്തുകാരൻ അദ്ദേഹത്തെ ഡോക്ടറെ കാണിക്കാത്തതിനെക്കുറിച്ച് ചോദിക്കുന്നു. പണം വേണം സാർ എന്നായിരുന്നു മറുപടി. ചോദ്യം: ആപ് ദില്ലി കബ്ബായെ? നിങ്ങൾ എപ്പോഴാണ് ദില്ലിയിൽ വന്നത്? മറുപടി: 1979. ചോദ്യം: പണമെവിടെ? മറുപടി: ദില്ലിയിലെ കഷ്ടപ്പാടുകളും ജീവിതത്തിലെ ദുരിതങ്ങളും കാരണം പണമൊന്നും ബാക്കിയായില്ല. മാറിവന്ന ജീവിതം. രാജാറാമിന്റെ കഥ. പേജ് 53-54. ഡ്രൈവർ തന്റെ കഷ്ടപ്പാടുകൾ വിവരിക്കുന്നു. അദ്ദേഹം ഓട്ടോറിക്ഷയുടെ സീറ്റിന് താഴെയാണ് ഉറങ്ങുന്നത്. കപ്പും ചായ നൽകാനുള്ള കെറ്റിലും കുറച്ചു ഭക്ഷണവുമാണ് അയാളുടെ ലോകം. ചോദ്യം: നിങ്ങളുടെ പേരെന്താണ്? മറുപടി: രാജാറാം. ഓട്ടോ ഓടിക്കുന്നതിനു മുൻപ് രാജാറാം ഏകദേശം 8 വർഷത്തോളം റിക്ഷ വലിച്ചിരുന്നു. അതിനു മുൻപ് താൻ ഗ്രാമത്തിൽ കൃഷിപ്പണിയും കൂലിപ്പണിയും ചെയ്തിരുന്നു. അവിടെ മഴയില്ലാത്തതിനാലും മറ്റു പ്രശ്നങ്ങളാലും സ്വന്തമായി ഭൂമിയില്ലാത്തതിനാലും ദില്ലിയിൽ വന്നു. പ്രത്യാശ. ദില്ലി സെ ഉമ്മീദ് ദില്ലിയിൽ നിന്നുള്ള പ്രതീക്ഷ. രാംജാൻ പറയുന്നത് നല്ല ജോലി കിട്ടും, കുറച്ച് പണമുണ്ടാക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ വന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. എഴുത്തുകാരൻ ഒരു അമേരിക്കൻ റേഡിയോ പ്രോഗ്രാമിനു വേണ്ടി ദാരിദ്ര്യത്തെയും പ്രതീക്ഷയും കുറിച്ച് പ്രോഗ്രാം തയ്യാറാക്കുകയാണെന്ന് പറയുന്നു. ഈ കഥ കേട്ടാൽ തനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന് രാജാറാം ആകാംക്ഷയോടെ ചോദിക്കുന്നു.